വിളപ്പിൽശാല ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് വരുന്നു. അന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം DMO ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറി. ചികിത്സ വൈകിയിട്ടില്ല, ചികിത്സ നൽകിയതിലും പിഴവുണ്ടായിട്ടില്ല, ഓക്സിജൻ നൽകിയാണ് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ അയച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ സംഭവം വിവാദമായതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് ഡയറക്ടറിൽ നിന്ന് ഈ ആരോഗ്യ മന്ത്രി റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിലാണ് വീണ്ടും ഒരു തെറ്റും ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞ കണക്കെ തന്നെ ഓക്സിജൻ സൗകര്യമുള്ള ആംബുലൻസിലാണ് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചത്. പ്രാഥമികമായി ചികിത്സ എല്ലാം നൽകി, വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്ന സൂപ്രണ്ടിന്റെ വിശദീകരണമാണ് അതുപോലെ റിപ്പോർട്ടായി വന്നിരിക്കുന്നത്. മേഘ്ന മുരളി ചേർന്ന്. മേഘ്ന, നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നവർ ആരോഗ്യവകുപ്പ്? തീർച്ചയായും സുഹേൽ, കുടുംബത്തിന്റെ പരാതി തള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് തിരുവനന്തപുരം ജില്ലാതല മെഡിക്കൽ ഓഫീസറാണ് ഈ ഒരു പരാതി അന്വേഷിച്ചത്. അത് നേരത്തെ തന്നെ കുടുംബം DMO അടക്കം പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി മൊഴിയെടുക്കുകയും ഡ്യൂട്ടി ഡോക്ടറടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് യാതൊരു വീഴ്ചയും ഈ ആരോഗ്യ കേന്ദ്രത്തിൽ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചികിത്സ വൈകിയിട്ടില്ല, ചികിത്സ നൽകുന്നതിലും പിഴവുണ്ടായിട്ടില്ല, ഓക്സിജനും അതുപോലെ തന്നെ എല്ലാ തരത്തിലും ആ രോഗിക്ക് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു, വിസ്തീർണ പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ വരുന്നത്. അത് ജില്ലാതല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ ആണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പിന്നീട് അത് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മന്ത്രി എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് നിർണായകം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.